സഞ്ജുവിൻ്റെ കയ്യിൽ രാജസ്ഥാൻ ടീം ഭദ്രമാണ്. ഈ IPLൽ രാജസ്ഥാൻ കപ്പ് നേടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുവരെ ഒരു മാച്ചിൽ പോലും രാജസ്ഥാൻ തോറ്റിട്ടില്ല. അതാണ് അവരുടെ കോൺഫിഡൻസ്. പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ ഒന്നാമതുമാണ്. ഇതേ സമയം തന്നെ മുംബൈ ആണെങ്കിൽ എല്ലാ മാച്ചിലും തോറ്റിരിക്കുകയാണ്. ഇന്ന് കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ഇന്ത്യൻസ് നാണം കെട്ടിരിക്കുകയാണ്. എന്തായാലും രാജസ്ഥാൻ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. കളി ജയിച്ച് സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഒരു IPL കപ്പ്, അതാണ് എൻ്റെ സ്വപ്നം. ടീം മാനേജ്മെൻറ്റ് എന്നിലർപ്പിച്ച വിശ്വാസം എനിക്ക് കാത്തു സൂക്ഷിക്കണം. ഞാനിപ്രാവശ്യം രണ്ടും കളിപ്പിച്ചാണ്. ഞങ്ങളുടെ ടീമിൽ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ്. ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ട്രെൻറ്റ് ബോൾട്ടിനും ചഹലിനുമാണ്. അവരാണ് മുംബൈ ടീമിൻ്റെ നടുവൊടിച്ചത്. മുംബൈക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം രോഹിത് ശർമ്മ അപകടകാരിയാണ്. അദ്ദേഹം ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്താൽ ഞങ്ങൾ തരിപ്പണമാകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ട്രെൻറ്റ് ബോൾട്ടിനോട് ആദ്യം തന്നെ രോഹിത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്തണമെന്ന് ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞതുപോലെ തന്നെ രോഹിത് ശർമ്മയെ ഡെക്കിൽ പുറത്താക്കി. ഇതോടുകൂടി എനിക്ക് ആശ്വാസമായി. ഇന്നത്തെ മത്സരം ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. ഒരു കളി പോലും അവർ തോറ്റിട്ടില്ല. പരാജയം എന്താണെന്നറിയാതെയാണ് രാജസ്ഥാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനത് വലിയ ഉപകാരമായിരിക്കും. കാരണം സഞ്ജു ക്യാപ്റ്റൻസിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കപ്പ് നേടിയാൽ അത് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് കൂടുതൽ ഗുണകരമാക്കും. സഞ്ജുവിനെ ആരാധകർ വാഴ്ത്തിപ്പാടുകയാണ്. അതിന് കാരണം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ്. ഒരു ടീമിനെ എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് സഞ്ജുവിനെ വ്യക്തമായി അറിയാം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.